അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, ഉമ്മ നാളെ രാവിലെ എയർപോർട്ടിലിറങ്ങും. ഷമ്മാസിന് ഉറക്കമില്ലായിരുന്നു ആ ദിവസം. നുസൈബ പറഞ്ഞു, ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ, ഒന്നുകൊണ്ടും നമ്മൾ ഉമ്മയല്ലേ, നിങ്ങളൊന്നും ചീത്ത പറയില്ല. നിങ്ങളൊരിക്കലും കരുതി കൂട്ടിക്കൊണ്ടല്ലോ അങ്ങനെയൊന്നും ചെയ്തത്. അതൊക്കെ പഠിച്ചവൻ്റെ ഒരു വിധിയായിരിക്കും. ഇൻഷാ അല്ലാ ഒക്കെ റെഡി ആയിക്കോളും. നമ്മൾ മുഹ്സിൻ തങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണല്ലോ. പിന്നെ പഠിച്ച റബ്ബിനോട് നിരന്തരം ദുആ ചെയ്യുന്നുണ്ട്. മുഹ്സിൻ തങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ വാഹനവും നിങ്ങളുടെ ഷോപ്പൊന്നും കൊടുക്കേണ്ടതില്ല എന്ന്. നുസി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരിക്കലും അത് ഹലാലായ മുതലാവില്ല. എൻ്റെ അടുത്തുള്ളതൊന്നും എൻ്റെ കൈകളിലുള്ളത് ഉമ്മക്ക് ഞാൻ കൊടുക്കും. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത്, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തിനും ഞാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ ആ കാര്യം ആലോചിച്ചിട്ട് സമാധാനമല്ലായിരുന്നു. എൻ്റെ ഉമ്മ ഇപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും. അതെ, എൻ്റെ ഉമ്മ ഏതാനും നിമിഷങ്ങൾക്കകം ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ഉമ്മ കാണാൻ നിൽക്കുമ്പോൾ റബ്ബേ, എനിക്ക് എൻ്റെ ഉമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കാൻ കഴിയും എനിക്കറിയുന്നില്ല. കാരണം ഞാൻ അത്രക്കും വലിയ തെറ്റാണ് ചെയ്തത്. ഉമ്മയോട് പറയാതെ ഓരോ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തു ചെയ്തു. ഒരിക്കൽ പോലും നിർത്താൻ പാടില്ലായിരുന്നു ആ ഒരു വേലക്കാരിയെ. എന്ത് ചെയ്യാൻ, എൻ്റെ നുസിയും പറഞ്ഞു ആയിക്കോട്ടേക്കാന്ന്. കാരണം അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാനാണ് താല്പര്യം. അവൾക്ക് വേറിട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവളും അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സും അതിനങ്ങ് സമ്മതം മൂളി. പഠിച്ചോനെ നീ കാക്ക്. സമയം 4 മണി. ഇക്ക ഇക്ക നുസി വിളിക്കുന്നു. ആ നുസി, എന്തു പറ്റി മോളെ? ഇക്ക, അതെ സമയം നോക്കിക്കേ. അല്ലാ, തഹജ്ജുദ് ഇല്ല, നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. വേഗം എണീറ്റ് നിസ്കരിച്ചോളി. ഹോ, എന്താണെന്നറിയില്ല. തലേ ദിവസം പുത്തൻവീട് തറവാട് വരെ ഒന്ന് പോയിരുന്നു. സാജിത്തെയും അളിയനൊക്കെ വന്നിരുന്നു. സാജിത്ത് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നു. നുസിയെ പിന്നെ കൊണ്ടുപോയിട്ടില്ല. കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ജമീല താത്തയും വന്നിരുന്നു അങ്ങോട്ട്. ഷമ്മാസേ മോനെ, വീടും മുറ്റൊക്കെ ഞാനും ക്ലീൻ ചെയ്യാൻ സഹായിക്കാം. നിങ്ങൾ പിന്നെ ഒരു കുട്ടി ഇങ്ങോട്ട് വരുന്നുമില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്കും ഇങ്ങോട്ട് വരാൻ ഒരു മടി. അതുകൊണ്ടാണ് മോനെ ഇവിടേക്ക് ഇങ്ങനെ പുല്ല് മുളച്ച് കാട് നിറഞ്ഞ് നിൽക്കുന്നത്. നിങ്ങളാരെയും ഒന്ന് പറഞ്ഞൊക്കെ ആണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ മോനെ. ആ ജമീല താത്ത, കുഴപ്പമില്ല, ഇന്നെടുത്താലും മതി. നാളെയല്ലേ ഉമ്മ എത്തുന്നത്. തലേ ദിവസം സാജിത്യവും ഭർത്താവും എത്തിയിരുന്നു. ജമീല താത്ത പണിക്കെല്ലാം കൂടിക്കൊടുത്തു. എന്തൊക്കെ തന്നെയാലും പുത്തൻ വീട് ഇപ്പോൾ ക്ലിയറാണ്. അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ ആകെ മാറാല പിടിച്ചും പൊടി പിടിച്ചും ആകെ കിടക്കുന്ന ആ ഒരു രംഗം. അതെ, പുത്തൻ വീട് തറവാട്ടിൽ ഉമ്മ എങ്ങനെയാണ് അത് കൊണ്ടു നടക്കാറുണ്ടായിരുന്നത്? അതിൻ്റെ ഭംഗിയെല്ലാം അങ്ങോട്ട് നഷ്ടപ്പെട്ട് പറ്റി അങ്ങോട്ട് കേട് വന്നിരുന്നു. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ ഇപ്പോൾ റാഹത്തായിട്ടെന്ന്. ഒന്ന് പെയിൻറ്റിങ് ചെയ്താലും ഒന്നും ആഗ്രഹം ഇല്ലായിട്ടല്ല, പക്ഷേ ഇനി ടൈം പിടിക്കും. ഇനി നുസിൻ്റെ ഡെലിവറി കഴിയട്ടെ, അതുവരെ എനിക്കൊരു സമാധാനമില്ലല്ലോ. ഷമ്മാസ് അതെല്ലാം ആലോചിച്ചു. ഷാമോനെ, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? അവളെ വീട്ടിലാണോ? അത് സാജി, ഞങ്ങളൊരു ഫ്ലാറ്റിലാണ്, എൻ്റെ ഷോപ്പിനടുത്തുള്ള. അതേതായാലും നന്നായി. ഏതായാലും എനിക്ക് ഭാര്യ വീട്ടിലെന്നും പോകാൻ മടിയാണ്. അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ എൻ്റെ വീട്ടിലേക്കൊന്നും വിളിച്ചാൽ നീ നിൽക്കാൻ വരൂല്ല. സാജിത്ത, അത് കുഴപ്പമൊന്നുമില്ല, അവിടെ നല്ല സൗകര്യം ഉണ്ടല്ലോ. പിന്നെ നുസൈബയെ അങ്ങനെ ഇട്ടിട്ട് പോകാനും വയ്യേ. മോനെ, എടാ എനിക്ക് അവിടെ കൊണ്ടാക്കി കൂടെ നോളെ വീട്ടിൽ? അത് വേണ്ട, ആൾക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ. അല്ലെങ്കിൽ തന്നെ അവർ എടാ എൻ്റെ ഭാര്യൻ്റെ ഉമ്മമാൻ്റെ വീട് പണിയൊക്കെ എന്തായി കഴിഞ്ഞോ? ഉമ്മ പറഞ്ഞിരുന്നോ? ആ, അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മ വന്നിട്ട് കുടിരിക്കൽ എന്നൊക്കെയാണ് പറഞ്ഞത്. ആണല്ലേ? ഞങ്ങളെ വിളിക്കുമോ? പിന്നെന്താ, എല്ലാവരും വിളിക്കും ഇൻഷാ അല്ലാ. എന്നാൽ സ്വർണത്തിൻ്റെ കാര്യമൊന്നും സാജിത്തയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ വന്ന ഉടനെ ഉമ്മ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളെ സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്നൊരു പക്ഷെ ഉമ്മയോട് അവൾ വേഗം പറയും. അവൾക്ക് അങ്ങനെ ഒളിയും അറിയുന്നു. അതുകൊണ്ട് തന്നെ സാജിയോട് ഈ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. പഠിച്ചോനെ വരുന്നിടത്ത് വെച്ച് കാണാം. ഷമ്മാസ് ഉളൂഹ് ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്തു. അല്ലാ, എന്നെ നീ കൈവിടല്ല അല്ലാ. എൻ്റെ ഉമ്മയുടെ മുമ്പിൽ ഞാനൊരു കുറ്റക്കാരനാകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. റബ്ബേ, തുറന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ കുറ്റക്കാരനാണല്ലോ. റബ്ബേ, നീ എന്നെ പരീക്ഷിക്കല്ലേ. റഹ്മാനെ, എൻ്റെ ഭാര്യ ഇപ്പോൾ ഡെലിവറിയോട് അടുത്ത് നിൽക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് അവൾക്കും എനിക്കൊന്നും വിഷമമുണ്ടാവുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവില്ല അല്ലാ.
റബ്ബേ, അവൻ ഹൃദയം പൊട്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. എന്നാൽ സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതാ ഷമ്മാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, തങ്ങളായിരുന്നു. ഹലോ ഷമ്മാസ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തായി ഷമ്മാസ്, എന്ന് ഉമ്മ വന്നോ? ഉമ്മ ഇന്ന് പുലർച്ചെ, ഇന്ന് രാവിലെ ഇവിടെ ഇറങ്ങും. ഓ ഓക്കെ. അല്ല എന്തായി? എന്തെങ്കിലും കിട്ടാതിരിക്കൂലല്ലോ, എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. തങ്ങളെ ഒന്നും കിട്ടിയിട്ടില്ല, ഒക്കെ റെഡി ആയിക്കോളൂ കേട്ടോ. പിന്നെ നിൻ്റെ വാഹനം, നിൻ്റെ സ്ഥലം എന്താ കൊടുക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടോ നിനക്ക്? തങ്ങളെ പിന്നെ എന്താ ഞാൻ ചെയ്യുക, എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ മുതൽ തിരിച്ചു കൊടുക്കണമല്ലോ, ഞാൻ കാരണമല്ലേ അത് നഷ്ടപ്പെട്ടത്. അപ്പോൾ പിന്നെ അത് കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. എൻ്റെ പൊന്നു ഷമ്മാസേ, ദയവായി നീ അതിനൊന്നും നിൽക്കല്ലേ. അങ്ങനെയൊക്കെ വിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങോട്ട് വിറ്റ് പോലെ നിൽക്കും. വിൽക്കാനല്ല നമ്മൾ നിൽക്കണ്ടേ, നമ്മൾ നേടാൻ നിൽക്കണം. നിൻ്റെ ഉമ്മയുടെ സ്വർണം കിട്ടും, ഞാൻ പറഞ്ഞതല്ലേ, കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടും. തങ്ങളെ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, എപ്പോഴെങ്കിലും കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? കിട്ടുകയാണെങ്കിൽ എൻ്റെ ഉമ്മ വരുന്നതിന് മുമ്പ് കിട്ടിയാലേ അത് ഏറ്റവും. ഇനിയിപ്പോൾ ഒന്നും ഉമ്മ വരല്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇൻഷാ അല്ലാ കിട്ടിക്കോളൂ. തങ്ങൾ അവനെ ആശ്വസിപ്പിച്ചു. അല്ലാ റബ്ബേ, അഹ്ലബൈത്തിൻ്റെ നാവാണ് റഹ്മാനെ, നിനക്ക് ഇഷ്ടപ്പെട്ട മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തത്തിൽ പിറന്നവരാണ് പറയുന്നത്. റഹ്മാനെ, അള്ളാഹുവേ, അവരുടെ വാക്കിന് നീ ഒരു വില നൽകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഷമ്മാസ് കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ നുസി, വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കി തരാം. ഇക്ക, അത് ഞാനും വരട്ടെ? എൻ്റെ പെണ്ണെ, ഈ സമയത്ത് ഈ വരണോ? ഇക്ക അതൊന്നും കുഴപ്പമില്ല, അതിനെന്താ. എന്നാ പോര്. സത്യം പറഞ്ഞാൽ പുത്തൻ വീട് തറവാട്ടിൽ നുസിയെ നിർത്താൻ ഷമ്മാസിന് സമാധാനമില്ലായിരുന്നു. എന്തൊക്കെ തന്നെയായാലും അതാ ഷമ്മാസ് വണ്ടി എടുക്കുന്നു. നുസി നീ കയറ്. നിറവയറുമായി നുസിയും കാറിൽ കയറി. നുസി, എന്താ പെണ്ണ് നീ ബാക്കിലിരുന്നത്? ഇക്ക, സീറ്റ് ബെൽറ്റ് ഇടാൻ പ്രയാസമായതുകൊണ്ട്. ഓ, അതൊന്നും കുഴപ്പമുണ്ടാവില്ല പെണ്ണെ, ഞാൻ നല്ല ലൂസാക്കി തരാം, കുഴപ്പമില്ല. വാ എണീക്ക്. ഷമ്മാസ് നുസൈബയെ കൈ പിടിച്ചുകൊണ്ട് ഫ്രണ്ടിലെ സീറ്റിൽ ഇരുത്തുവാൻ വേണ്ടി പറയുന്നു. ഉമ്മ ഒരു പക്ഷെ ചീത്ത പറയും അല്ലേ? അല്ലാതിപ്പോൾ എന്ത് ചെയ്യാം, എനിക്ക് സമാധാനമില്ല നിന്നെ എവിടെയാക്കിയാലും. എളാമയുടെ വീട്ടിൽ നിന്ന് എളാമയും മക്കളുമെല്ലാം വരുന്നുണ്ട്. അവർ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട്. സാജിത്തയും ഭർത്താവും വരുന്നുണ്ട്, അവരങ്ങനെയും. പിന്നെ നുസൈബയും ഷമ്മാസും ഇവിടെ നിന്നും. എല്ലാ വീടുകളിൽ നിന്നും ഓരോ കാർ വീതം ആളുകൾ പോകുന്നുണ്ട് എയർപോർട്ടിലേക്ക്. മൂത്തമ്മ വരികയാണ്. മൂത്തമ്മ വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും പോലല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്. മൂത്തമ്മാൻ്റെ സ്വഭാവം അങ്ങനെയാണേ. മൂത്തമ്മാൻ്റെ കുട്ടി എവിടെ എന്ന് വിളിക്കുമ്പോഴേ എന്തൊരു സ്നേഹമാണ് ആ വിളിക്കുന്നോ. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. റജിനത്തിയുടെ മക്കളാണ് അത് പറയുന്നത്. എന്തൊക്കെ തന്നെയാലും എല്ലാവരും അതാ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. ഇനിയിപ്പോൾ ഷമ്മാസ് എങ്ങനെയാണാവോ. എന്തൊക്കെ തന്നെയായാലും കൃത്യം 7:30 മണിയോടുകൂടി ഉമ്മ എയർപോർട്ടിൽ ഇറങ്ങും. നുസൈബയും ഷമ്മാസും സാജിത്തയും ഹസ്ബൻഡും റജിനത്തിയും ഹസ്ബൻഡും മക്കളും എല്ലാവരും അതാ പുറപ്പെടുകയാണ്. ഷമ്മാസിൻ്റെ മുഖത്ത് ചിരിയില്ല. ഷമ്മാസിൻ്റെ മുഖത്ത് ഒരു തരം ഭയമാണ്. ഇക്ക, അവൾ വിളിച്ചു. എന്താടി ഇക്ക, നിങ്ങളെന്തൊന്നും മിണ്ടാതെ മൂഡ് ഓഫായി? നുസി, എൻ്റെ മാനസികാവസ്ഥ നീ അറിയുന്നതാണല്ലോ. എൻ്റെ ഉമ്മ ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മളെയൊക്കെ കാണാൻ വരുന്നത്. പക്ഷെ ഉമ്മക്ക് ഏറെ ദുഃഖകരമായൊരു ന്യൂസ് കൊടുക്കുമ്പോഴെന്തായിരിക്കും ഉമ്മാൻ്റെ അവസ്ഥ? ഇക്ക, അതൊന്നും സാരമില്ല, ഞാൻ ഒരു കാര്യം പറയാം. എന്തടി? തൽക്കാലം ഒന്നും മിണ്ടണ്ട, ഒന്നും മിണ്ടും വേണ്ട, പറയും വേണ്ട. ഉമ്മയോട് പഴയ രീതിയിൽ നിങ്ങൾ സ്നേഹത്തിൽ കഴിഞ്ഞോളി, വേറൊന്നും പറയണ്ട. ഉമ്മ ഒരു നിമിഷം പെട്ടെന്ന് വന്നിട്ടൊന്നും ഉമ്മ ഖജനാവ് നോക്കാനൊന്നും ചാൻസ് ഉണ്ടാവില്ല. കാരണം ഉമ്മക്ക് അത്തരത്തിലുള്ള ചിന്താഗതിയും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് തന്നെ പള്ളിക്ക് വേണ്ടി സ്വതക്ക നൽകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവളല്ലേ. അതുകൊണ്ട് എപ്പോഴും ആഭരണങ്ങളും സമ്പത്തും എടുത്തു നോക്കുന്ന സ്വഭാവമൊന്നും ഉമ്മാക്കില്ല. ഇൻഷാ അല്ലാ അത് ഉമ്മ നോക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാകും. അതുവരെ എൻ്റെ ഇക്ക ഒന്നും മിണ്ടണ്ട. നുസി, നീ പറയുന്നതൊക്കെ കാര്യം തന്നെയാണ്, പക്ഷേ ഞാൻ എനിക്കൊന്നും കഴിയുന്നില്ലടേ. ഇക്ക,
ഇനി ഒന്നും അതിനെക്കുറിച്ച് വിചാരിക്കേണ്ട. നമ്മുടെ ഉമ്മ ഉംറ കഴിഞ്ഞ് വരികയാണ്. നമ്മുടെ ഉമ്മയെ നമ്മളെ ഹൃദയപൂർവ്വം സ്വീകരിക്കാനാണ് അങ്ങോട്ട് ചെല്ലുന്നത്. തൽക്കാലം പഴയ ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് ഒന്ന് മാറ്റി വച്ചേക്ക് നുസി. എടേ ഷമ്മാസ് ദീർഘനിശ്വാസം വിട്ടു. ഇക്ക, നിങ്ങൾ വിഷമിക്കല്ലേ, ഞാൻ പറഞ്ഞല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ എയർപോർട്ടിൻ്റെ ആ ഒരു ഡെസ്ക് ടോപ്പ് കാണുന്നു. ഇക്ക, ദാ എത്തിക്കഴിഞ്ഞില്ലേ? ഇക്ക, നിങ്ങളൊന്ന് പുഞ്ചിരി മുഖത്ത് വരുത്തു കേട്ടോ. നുസി, എൻ്റെ ഉമ്മയാണ് വരുന്നത്. എൻ്റെ ഉമ്മ വരുന്നത് എനിക്ക് ഇഷ്ടമുള്ളൂ. പക്ഷേ എൻ്റെ ഉമ്മ വരുമ്പോഴേ ഇക്ക അതിനെക്കുറിച്ച് ആലോചിക്കല്ലേ. നുസി, ഈ സമയത്ത് ഞാനാണ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടത്. പക്ഷേ നീ എന്നെ ആശ്വസിപ്പിക്കേണ്ട ഗതിയാണ് ഇപ്പോൾ ഉള്ളതില്ലേ. അതൊന്നും സാരല്ല, നിങ്ങൾ കണ്ണീർ തുടച്ചാണേ. അങ്ങനെ അതാ നുസൈബയെ അവിടെ എയർപോർട്ടിൽ ഇറക്കിയിട്ട് ഷമ്മാസ് വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നു. എന്നാൽ അപ്പോഴേക്കും സാജിത്തെയും ഹസ്ബൻഡുമെല്ലാം എത്തിയിരുന്നു. അല്ലാ, ആരപ്പത്? മാഷാ അല്ലാ. സാജി, ഇങ്ങോട്ട് നോക്ക്. ഇക്ക എന്താ? അങ്ങോട്ട് നോക്ക് പെണ്ണേ, ആരെ വന്നെന്ന്. പഠിച്ചോനെ, നുസി വന്നോ? അല്ലാ പഠിച്ചോനെ, ഈ ഒരു അവസ്ഥയിൽ റബ്ബേ. ഇക്ക, നമ്മൾ എന്താ? പേടിക്കാമെന്നില്ല മോളെ, ഇപ്പോൾ വരും ഷമ്മാസ് കേട്ടോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നുസൈബയെ കണ്ട ഉടനെ തന്നെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയാണ്. ഏയ് പേടിയൊന്നുമില്ല. എന്നാൽ അപ്പോഴേക്കും റെജിന അളാമയും ഫാമിലിയും വന്നു. ഇറങ്ങിയോ അവലെ? ഞങ്ങൾ കുറച്ച് ലേറ്റായി. ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നത്. ഫ്ലൈറ്റ് ഏത് നിമിഷം അത്ര 2 മിനിറ്റിനുള്ളിൽ വരുന്നത് കാണിക്കുന്നുണ്ട്, അറിവിൽ കാണിക്കുന്നുണ്ട്. ഷാമോൻ എവിടെ? അല്ലാ, ഇതാരെ? നുസിയോ? നുസിയും വന്നിട്ടുണ്ടോ? ആ, അതിനെന്താ, ഓൾക്കും ഉണ്ടാവല്ലോ ഉമ്മാനെ സ്വീകരിക്കാം ഒരു പൂതി. ആ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. വളരെയധികം സന്തോഷത്തോടു കൂടി ഉമ്മയെ സ്വീകരിക്കുവാൻ വേണ്ടി അവർ ഒരുങ്ങിയിരുന്നു. കൂട്ടത്തിൽ അവരെല്ലാവരും അതാ ഉമ്മക്ക് കൊടുക്കുവാൻ കുറച്ച് പൂക്കളും എല്ലാം വാങ്ങിയിരിക്കുന്നു. ഷമ്മാസ് വാഹനം പാർക്ക് ചെയ്ത് അതാ അങ്ങോട്ട് വരുന്നു. അല്ല, ഇതെന്താ എല്ലാവരുടെ അടുത്തേക്ക് ഫ്ലവറൊക്കെ? ഉമ്മ വരില്ലേ, ഇത്താത്ത വരില്ലേ, മൂത്തമ്മ വരില്ലേ? ആ, കൊടുക്കാൻ ഞാൻ പറ്റൂലല്ലോ. എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഉമ്മയെ സ്വീകരിക്കുവാൻ വേണ്ടി നിൽക്കുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ആ ഒരു സൗദി അറേബ്യയുടെ ഫ്ലൈറ്റ് ആഗതമായിരിക്കുന്നു എന്നുള്ള ഒരു ന്യൂസ് കിട്ടി. വന്നോ? എത്തി. കുറേ ഉംറക്കാരൊക്കെ ഉണ്ടാവില്ലേ? എന്തൊക്കെ തന്നെ ആവാം പഠിച്ചോനെ. എല്ലാവരും ആകാംക്ഷയോടെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട പിതാവിനെ, പ്രിയപ്പെട്ട മക്കളെ കാത്ത് എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഓരോരുത്തർ ട്രോളി തള്ളിക്കൊണ്ട് അതാ വരുന്നു. ഷമ്മാസും നുസൈബയും അത് കാത്തിരിക്കുന്നു. അതെ, എല്ലാവരും ഐഷമ്മയെ കാത്താണ് എല്ലാവരും നിൽക്കുന്നത്. ആകാംക്ഷയോടെ ഓരോരുത്തരോ ട്രോളി തള്ളി വരുമ്പോഴും എല്ലാവരും അത് നോക്കി നിൽക്കുകയായിരുന്നു. സാജിയുടെ മക്കൾ, ഭർത്താവ് ഷമ്മാസ്, നുസൈബ, റജിനത്ത, ഭർത്താവ്, മക്കൾ എല്ലാവരും ഉണ്ട്. പെട്ടെന്ന് സാജിയുടെ മക്കൾ അതാ ഉമ്മമ്മ വരുന്നു. ഒരു നിമിഷം ഷമ്മാസിൻ്റെ വയറ്റിലൂടെ എന്തോ ഒന്ന് വല്ലാത്തൊരു കാളൽ വന്നു. അവൻ ദീർഘനിശ്വാസം വിട്ടു. അതെ, തൻ്റെ ഉമ്മ, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അതാ ട്രോളിയും തള്ളിക്കൊണ്ട് കടന്നു വരുന്നു. ഷമ്മാസ് എടുത്ത് ചാടി അതാ മുൻപിലേക്ക് നേരെ ഉമ്മയുടെ അരികിലെത്തി. മോനെ, ഷാമോനെ. ഷമ്മാസ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഉമ്മ, അസ്സലാമു അലൈക്കും. പൊന്നു മോനെ, എന്തിനാണ് കരയുന്നത്? പ്രിയപ്പെട്ട ഉമ്മയെ തുരുതുരെ ചുംബിക്കുകയായിരുന്നു ഷമ്മാസ്. പൊന്നു മോനെ. അപ്പോഴേക്കും ട്രോളി സാജിയുടെ ഭർത്താവ് പിടിച്ച് ഒരു ഭാഗത്താക്കിയിരുന്നു. അപ്പോഴേക്കും സാജിയും റജിനത്തെയും എല്ലാവരും വന്നു. ഒരു നിമിഷം ഉമ്മയുടെ കണ്ണുകൾ അവിടെ ചുറ്റുമായി ഒന്ന് പരതി. അത് ആരെ കാത്തിരിക്കുവാനായിരിക്കും? ആരെയായിരിക്കും ഉമ്മ പ്രതീക്ഷിക്കുക? എന്നാൽ പെട്ടെന്ന് ആ ഒരു മുഖം ഉമ്മ കണ്ടു. അതെ, നിറവയറുമായി നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട നുസൈബ. പൊന്നു മോളെ എന്ന് പറഞ്ഞ് നുസൈബയെ കെട്ടിപ്പിടിച്ചു. പൊന്നു മോളെ. ആ നിറവയറിലേക്ക് ഉമ്മ നോക്കിയപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകിപ്പോയി. അല്ലാ, എൻ്റെ കുട്ടി വന്നോ? ഉമ്മാൻ്റെ കുട്ടി വന്നിക്കണോ? നുസൈബയെ തുരുതുരെ ചുംബിക്കുന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. നുസൈബയും കരഞ്ഞു പോയി. ഉമ്മ. ഇല്ല, ഉമ്മ എത്തിട്ടോ. ഇനി എൻ്റെ കുട്ടി വിഷമിക്കണ്ട, ഇനി ഉമ്മാൻ്റെ കുട്ടി വിഷമിക്കണ്ട. ഉമ്മ എത്തിയല്ലോ. എന്തെന്നറിയില്ല, നുസൈബയോട് കൂടുതലായിട്ടുള്ള ആ ഒരു സ്നേഹപ്രകടനം
എല്ലാവരുടെയും കണ്ണുകൾ ഈർന്നണിയിച്ചു. ഉമ്മാൻ്റെ കുട്ടിക്ക് ഞുമ്മണ്ടേ, ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. നുസീബത്തിനെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മ നടക്കുകയാണ്. പേര് കുട്ടികളും എല്ലാവരും ഉമ്മയുടെ അരികിൽ വന്ന് ചുംബനങ്ങൾ അർപ്പിച്ചു. എല്ലാവരും കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം കരഞ്ഞു പോയ നിമിഷങ്ങൾ. നുസി, കുട്ടി വന്നൂലേ മനു കൊണ്ടുവരാൻ? ഞാൻ വരണ്ടേ പറഞ്ഞിരുന്നല്ലോ. ഒന്നും ഉണ്ടായിട്ടില്ല മോളെ, പൊന്നുമോളെ. ഇതിപ്പോൾ ഏകദേശം അയക്കണല്ലോ എൻ്റെ പൊന്നുമോളെ. ഐഷുമ്മക്ക് അവളുടെ നിറവയറ് കണ്ടിട്ട് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല സന്തോഷം കൊണ്ട്. മോളെ, എൻ്റെ പൊന്നുമോളെ. ഓ അല്ലാ. സാജിയെ, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മ, ഒന്നുമില്ല. ആ മരുമകനെയും അലിമോനെ സുഖല്ലേ? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. എല്ലാവരും വന്നല്ലേ ഉമ്മ? നിങ്ങൾ കരയൊന്നും വേണ്ട. നിങ്ങൾ ഉംറയൊക്കെ കഴിഞ്ഞ് വന്നീല്ലേ? റാഹത്തായി ഇവിടെ എത്തിയില്ലേ? ആ മോനെ, ഉംറയൊക്കെ കഴിഞ്ഞ് വന്നു. മദീനത്തും പോയി. മദീനത്തുനിന്ന് പിരിഞ്ഞു പോരുമ്പോൾ മനസ്സ് വല്ലാതെ ഇങ്ങോട്ട് വേദനിച്ചു പൊന്നു മോനെ. ഉമ്മ, അതൊക്കെ ഇൻഷാ അല്ലാ എന്നാലും ഇനിയും കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അലിമോൻ ഉമ്മയെ സമാധാനിപ്പിച്ചു. മോനെ ഷാമോനെ. ഷമ്മാസിനെ ഉമ്മ വിളിച്ചു. മോനെ. ഷമ്മാസിനെ കാണുന്നില്ല. ആ ഉമ്മ, ഷമ്മാസ് വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. ആ എന്നാൽ ശരി, ഞാനും വണ്ടി എടുത്തിട്ട് വരാം. ഓക്കെ. എല്ലാവരും അതാ വണ്ടി എടുക്കുവാൻ വേണ്ടി പോകുന്നു. ഈ സമയം ഷമ്മാസ് ആദ്യം തിരിച്ചെത്തി. ഉമ്മ കയറിക്കോളി. ഉമ്മയുടെ ലഗേജുകളെല്ലാം ഷമ്മാസ് വണ്ടിയിലേക്ക് കുറച്ച് കയറ്റി ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ട് പറഞ്ഞു. നുസി ബാക്കിൽ ഇരുന്നിട്ടോ. വേണ്ട വേണ്ട വേണ്ട. എന്ത് ബാക്കിൽ ഇരിക്കേ? വേണ്ടേ ഉമ്മ? വേണ്ട, അവൾക്ക് ബുദ്ധിമുട്ടായിരിക്കും നേരത്തെ തന്നെ. നുസിയെ, എന്നാ വേണ്ട, കുട്ടീൻ്റെ അടുത്ത് ഉമ്മ ഇരുന്നോളാലോ. വേറെ ആരെങ്കിലും മുന്നിലിരുന്നോട്ടെ. ഉമ്മക്ക് നുസൈബയുടെ കൂടെ തന്നെ ഇരിക്കണം, അതാണ് താല്പര്യം. അപ്പോഴേക്കും സാജിയും ഭർത്താവും, ഉമ്മ എന്നാൽ ഞങ്ങൾ പോകട്ടോ? അല്ല മക്കളെ, ചായ കുടിച്ചിട്ട് പോവാം, എല്ലാവരും ഉണ്ട് പോരി ഒരുമിച്ച്. റജിയെ വാ, എല്ലാവരും ഒരുമിച്ച് നമുക്ക് പോകാം. അങ്ങനെ അതാ അവർ സന്തോഷത്തോടു കൂടി എല്ലാവരുടെ വണ്ടിയിലും അത്യാവശ്യം ലഗേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഡ്യൂട്ടി കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഏതായാലും ഉമ്മ വരല്ലേ, കുറവാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ അവരെല്ലാവരും കൂടി ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്തുന്നു. ഉമ്മ പറഞ്ഞു, എല്ലാവരും വയറ് നിറച്ച് ഫുഡ് കഴിച്ചോളൂ, എന്താ വെച്ചാൽ ഓർഡർ ചെയ്ത്. ഷാമോനെ, എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും വാങ്ങിക്കൊടുക്ക്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഉമ്മ പറയണം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ എന്താ വാങ്ങിച്ചു കൊടുക്ക്. എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നു. ഒരു കൂട്ടർ പൊറോട്ടയും മീൻകറിയും ബീഫ് വരട്ടിയതും, ഒരു കൂട്ടരാണെങ്കിൽ നെയ്റോസ്റ്റാണ്, മറ്റു ചിലർ മസാല ദോശ, മറ്റു ചിലർ ഇഡ്ഡലി പൂരി എന്നുള്ള രീതിയിൽ അങ്ങനെ വെറൈറ്റി ഫുഡുകളായിരുന്നു അവരെല്ലാവരും എടുത്തിരുന്നത്. ഉമ്മാക്ക് എന്ത് വേണ്ടത്? ഷമ്മാസിൻ്റെ ആ ഒരു ചോദ്യം. മോനെ, എനിക്കെടാ പൊറോട്ട മതി, പൊറോട്ടയും ബീഫ് വരട്ടിയതും. ഉമ്മാക്ക് അതാണല്ലേ? അതേ മോനെ, എവിടെ ഹോട്ടലിൽ ചെന്നാൽ എനിക്ക് പൊറോട്ട കിട്ടാൻ ഒരു പൊറുതിയേടാണ്, അത് ഞാൻ കഴിക്കും. എല്ലാവരും പറയും പൊറോട്ട കഴിക്കാൻ പാടില്ല, അങ്ങനെ എന്താ ചെയ്യാം? എനിക്കാണെങ്കിൽ അത് കിട്ടാനൊരു സുഖമില്ലേനും. ഞാൻ അതും മീൻകറിയും അല്ലെങ്കിൽ അതും ബീഫ് കറിയും അങ്ങോട്ട് കഴിച്ചാലേ എൻ്റെ വയറിന് ഒരു ഫുള്ളാണ് പോലെ ആവുള്ളൂ. ഉമ്മ, പഴയ ശീലങ്ങളൊന്നും ഇനിയും. പൊന്നും മോനെ, എന്തിപ്പോൾ പഴയ ശീലം എന്ന് പറയാൻ? അതൊക്കെ മനുഷ്യന്മാർ തിന്നണ്ട് തന്നെയല്ലേ. മരിക്കുകയാണെങ്കിൽ തിന്ന് മരിക്കുക എന്നുള്ളത് എനിക്കുള്ളൂ. അല്ലെങ്കിലും ആർക്കിപ്പോൾ മരണത്തിന് പേടി? എനിക്ക് അത്ര പേടിയൊന്നുമില്ല. ഏതായാലും അൽഹംദുലില്ലാ ഇത്രയും കാലം ജീവിച്ചില്ലേ, ഞാൻ പഠിച്ചവനാണ്, വിളിച്ചാലും കുഴപ്പമില്ല. എന്തെന്നറിയില്ല, ആയുഷുമ്മക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അല്ല, എൻഗേജ്മെൻ്റൊക്കെ മക്കൾ ഉഷാറായി കഴിഞ്ഞിട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് തന്നെ വെച്ച് നടന്നു. ഇൻഷാ അല്ലാ നിക്കാഹും അവിടെ വെച്ച് തന്നെ നടത്തണം എന്നാണ് എൻ്റെ മനസ്സത്തെ ഒരു ആഗ്രഹം. എന്തൊക്കെ തന്നെയായാലും ഫൈസലിൻ്റെ കാര്യം രക്ഷപ്പെട്ടില്ലേ? അനിയത്തി ഉമ്മയോട് ചോദിച്ച് കേട്ടപ്പോൾ ഇൻഷാ അല്ലാന്നേ പറയാൻ പറ്റൂലടി, ഒന്നും പറയാൻ പറ്റൂലല്ലോ, ഇപ്പോഴത്തെ കാലല്ലേ. എന്തൊക്കെ തന്നെയല്ലേ ഇപ്പം റാഹത്തിലാണ്, അൽഹംദുലില്ലാ. പഠിച്ച റബ്ബ് ഹൈറ് ചെയ്യട്ടെ. റജിയെ, നീ ചായ കുടിച്ചില്ലേ? എടി അളിയനെന്തേ വാങ്ങിക്കൊടുക്ക്. എല്ലാവരും തിന്നിക്കണ താത്ത. ഷാമോനെ, പെട്ടെന്ന് ഉമ്മ അതാ ഷാമോനെ വിളിക്കുന്നു. മോനെ, എത്ര വെച്ചാൽ പേ ചെയ്തോ, കാർഡ് എടുക്കുക ചോദിച്ചോക്ക്. ഉമ്മ വേണ്ട, ഞാൻ കൊടുത്തോളാം. വേണ്ട, അല്ല ഉമ്ര കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം എനിക്ക് ഉമ്മ പേ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം അപ്പോഴേക്കും ചെയ്തു കൊടുത്തു. എല്ലാം റെഡിയാക്കി ഷമ്മാസ് പറഞ്ഞു. ഉമ്മ, എന്നാ ഇനി എല്ലാവരും പോവുകയാണ് താത്ത, ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരണോ? ഷമ്മാസ് പറഞ്ഞു, അത് പറ്റില്ല.
എല്ലാവരും പോരി പുത്തൻ വീട് തറവാട്ടിലേക്ക്. എന്നാൽ ഐഷമ്മയും പറഞ്ഞു, അതെ സംസം വെള്ളം ഈത്തപ്പഴം കാരക്കൊക്കെ വാണൂര് പോരിട്ടോ. സംസം വെള്ളം ഈത്തപ്പഴം അത്ര തസ്ബീമാല മുസല്ല മുസായിഫ് ഇതൊക്കെ നമ്മൾ കാര്യമായിട്ട് അജ്ജനും ഉംറക്ക് പോകുമ്പോൾ കൊണ്ടുവരിക. ആ ഇതൊക്കെ ഉണ്ട് മാണെന്നുള്ളവർ പോന്നോളി. പിന്നെ വീട്ടിലേക്ക് നിങ്ങൾ കൊടുത്തയക്കണം എന്ന് പറഞ്ഞൊന്നും നടക്കൂല കേട്ടോ. എല്ലാവരും വീട്ടിലേക്ക് അങ്ങോട്ട് വരി. എന്തേ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് അതാ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അതാ അന്ന് പുത്തൻ തറവാട് വീണ്ടും ഉണരുകയാണ്. പുത്തൻ വീട് തറവാട് ഇതുവരെ അടഞ്ഞ് ശോകമുഖമായി നിൽക്കുകയായിരുന്നു. ഇന്ന് പുത്തൻ വീട് തറവാട് മനോഹരമായി ഉണരുകയാണ്. വാഹനമത വരിവരിയായി നേരെ പുത്തൻ വീട് തറവാടിൻ്റെ മുറ്റത്തേക്ക് കയറുന്നു. ഉമ്മ കുറേ ദിവസമായി പുത്തൻ വീട് കണ്ടിട്ട്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉമ്മ ഒരു നിമിഷം അൽഹംദുലില്ലാ അല്ലാ. അതെ, ആ ഒരു പുത്തൻ വീട് തറവാട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയും കാത്തു നിൽക്കാൻ അപ്പുറത്തെ ജമീലത്താത്തയും ഷെറീനയും വന്നിട്ടുണ്ട് എന്നർത്ഥം. എല്ലാവരും അതാ അവർ കാത്തു നിൽക്കുന്നു. താത്ത അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എല്ലാവരും സലാം പറയുന്നു. പോകല്ലിട്ടോ. എല്ലാവരും കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. അയൽവാസികളെല്ലാം കൂടിയിട്ടുണ്ട്. ഇരിക്കട്ടോ എല്ലാവരും. ഷാമോനെ മനുകുട്ടി ആ മോൾട്ട് പെട്ടിയിലുണ്ടാവും. അവിടെ സംസം വെള്ളം മറ്റേ ഈത്തപ്പഴമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കൊടുത്താണ്. അപ്പോഴേക്കും അതാ നുസൈബിയും ഷമ്മാസും ചെറിയ ഉമ്മ കൊണ്ടുവന്ന മനോഹരമായ ആ ഒരു ഗ്ലാസുകളിൽ സംസം വെള്ളം ഒഴിക്കുന്നു. എല്ലാവർക്കും അത് കൊടുക്കുന്നു. ഈത്തപ്പഴം കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അൽഹംദുലില്ലാ. ഇതന്നെയാണ് വലിയ ആവശ്യം. തുള്ളി സംസം വെള്ളം കുടിക്കലും 2 ഈത്തപ്പഴം തിന്നലും എന്നാൽ തന്നെ വല്ലാത്ത റാഹത്താണ്. ആ മക്കത്തുനിന്നും മദീനത്തുനിന്നും വാങ്ങിക്കൊണ്ടുവന്നതല്ലേ എൻ്റെ റബ്ബേ മാഷാ അല്ലാ. ഇത് തന്നെയാണ് വലിയ പൂതി, വേറൊന്നുമല്ല. എല്ലാവരും സന്തോഷത്തോടെ സംസം വെള്ളവും ഈത്തപ്പഴവും കഴിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഞങ്ങൾക്കിതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ. ഐഷമ്മ പറഞ്ഞു, മോനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും മോനെ, കുട്ടികൾക്കുള്ള മുട്ടായൊക്കെ ഉണ്ട് ആ മറ്റേ കവറിൽ ഒന്ന് എടുത്ത് പൊട്ടിച്ച് എടുത്താണ് മാനുട്ടി. എല്ലാവർക്കും അവർ അതെല്ലാം വിതരണം ചെയ്യുന്നു. ഷമ്മാസും നുസൈബയും അവരെല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നു. മോളെ മനു കുട്ടിയെ കൊണ്ട് കുറച്ച് വിട്ടുന്നാളി, ഈ പള്ളിയും കൊണ്ട് ഇങ്ങോട്ട് വരലി തിരക്ക് ഒന്നാണ്ട് വിട്ടുന്നാളി. ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ കേട്ട് നുസൈബ് പറഞ്ഞു, ഉമ്മ ഇല്ലമ്മ കുഴപ്പമൊന്നുമില്ല, മനു കുട്ടി അങ്ങോട്ട് മാറി നാളി, അങ്ങനെ ഇതാക്കല്ലേ, എനിക്ക് പേടിയാണ്, എനിക്ക് ബേജാറാണ്. എല്ലാവരും സംസം വെള്ളവും ഈത്തപ്പഴവും കഴിച്ച് സന്തോഷത്തോടു കൂടി ഉമ്മയോട് സലാം പറഞ്ഞിറങ്ങി. ഇൻഷാ അല്ലാ നിങ്ങൾക്കുള്ളതൊക്കെ കൊടുത്തേക്കട്ടെ, എല്ലാവർക്കും ഉള്ളതും വാങ്ങിക്കണം, അയൽവാസികൾക്കുള്ളതും കുട്ടികൾക്കുള്ളതും കുടുംബങ്ങൾക്കുള്ളതും ഒക്കെ ഞാൻ വാങ്ങിക്കണം. ഇനി ഷാമോന് ഒഴിവുണ്ടാവുമ്പോഴേ ഓൻ ആ പെട്ടിയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ഒക്കെ എന്നിട്ട് ഓരിച്ച് തന്നോളിട്ടോ, കുറച്ച് കണ്ട് പോവാ. അല്ല താത്ത നിങ്ങളെ കണ്ടില്ലേ, നിങ്ങളെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി താത്ത. നിങ്ങളില്ലാത്തത് കൊണ്ട് ഈ ഒരു പുത്തൻ വീട് തറവാട് ഉറങ്ങിയ മാതിരി തന്നെയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി അവിടെ തന്നെ കുറേ ആളുകൾ ചുറ്റിപ്പറ്റി കൂടുന്നു. മറ്റു ചിലരാണെങ്കിൽ അവിടെ നിന്ന് വേഗം പോവുകയും ചെയ്തിരുന്നു. എല്ലാവരും മക്കയുടെയും മദീനയുടെയും വിശേഷങ്ങൾ ചോദിക്കുന്നു. എൻ്റെ പൊന്നാര മക്കളെ, പോയാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു പോരാൻ തോന്നൂല, അത്രക്ക് മനസ്സ് അങ്ങോട്ട് മായണ്ടേ. ഉംറ കഴിഞ്ഞിക്കൊണ്ട് വരുമ്പോൾ മനസ്സ് ഇടങ്ങാറായിട്ട് റഹ്മാനെ കഅബ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ റബ്ബേ വിട്ടു പോവാണല്ലോ, ഇനി കാണൂലല്ലോ എന്നുള്ള ചിന്തയാണ്. അതുപോലെ തന്നെ മദീനത്തുനിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴും റബ്ബേ കണ്ണുനീർ തുള്ളികളായിരുന്നു. കഴിയണില്ല കേട്ടോ. ഹബീബിൻ്റെ ചായത്തു നിന്ന് നമ്മളിങ്ങോട്ട് പോരുമ്പോഴേ മുത്ത് ഹബീബിനെ വിട്ടിട്ട് പോരുന്ന പോലെയാണ് തോന്നിയത്. ഒരിക്കൽ പോയി കണ്ടാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നും. അതുകൊണ്ടല്ലേ ഞാൻ മണ്ടിയത്. എൻ്റെ ഫൈസലിനെ വിളിച്ചപ്പോൾ അവിടെ കാണാമെന്ന് വെച്ചാൽ മക്കളെ ഒരു അല്ലാ വീണ്ടും 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 കാണാൻ കൊതിക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ കൊടുത്തേക്കട്ടോ സാധനങ്ങളൊക്കെ. എല്ലാവരും ഇപ്പോൾ തൽക്കാലം സംസം വെള്ളം ഈത്തപ്പഴ കുടിച്ച് അവിടെ ഇരിക്കി. അല്ല താത്ത ഞങ്ങൾ പോട്ടെ, ഇൻഷാ അല്ലാ വരാം. എന്നാൽ ഈ സമയം റജിനത്തെ താത്ത ഞങ്ങൾ പോയാലോ, ഇക്കൊക്കെ തിരക്ക് കൂട്ടുണ്ട്. എടി കുട്ടികൾക്കുള്ളതൊക്കെ എല്ലാവർക്കും ഉള്ളത് ഞാൻ കൊടുന്നേക്കണം, എല്ലാവർക്കും ഒപ്പിച്ച് വാങ്ങിക്കണേ, അതൊക്കെ ഒന്ന് പൊളിച്ച് കണ്ടിട്ട് എടുത്തിട്ട് പോയാൽ പോരെ താത്ത, ഇനിയിപ്പോൾ നേരമില്ല, ഞങ്ങൾ വരണ്ടേ കേട്ടാ. അപ്പോഴേക്കും സാജിയും ഹസ്ബൻഡും ഉമ്മ എന്ന് ഞങ്ങൾ പോയാലോ, ഉമ്മയും ഉപ്പയും പൊന്നുമോള് സാജിയും പോവുകയാണോ? ഇനിയിപ്പോൾ ഉമ്മാൻ്റെ കുട്ടി പോകണോ?
ഉമ്മ ഞങ്ങൾ ഇനി പിന്നെ വരണ്ട കേട്ടോ, ഞാൻ സാധനങ്ങളൊക്കെ എന്തെങ്കിലും എടുത്ത് വെച്ചോളി, ഇനിയിപ്പോൾ എന്താ അത്യാവശ്യമുള്ളത്. ഷാമോനെ എടാ ഉമ്മാൻ്റെ കുട്ടി അതൊക്കെ ഒന്നിനെ പൊളിച്ച് കൊടുത്താണ്. ഉമ്മ എന്ത് എനിക്ക് ഷമ്മാസ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല മോളെ. സാജി ആരോടും പറയാൻ വയ്യല്ല, എല്ലാവരും ഈ സുഖമില്ലാത്തവരല്ലേ. അല്ല സുഖമില്ലാത്ത പറയാൻ പാടില്ല, എല്ലാവരും ഇങ്ങനെ ഗർഭിണികളൊക്കെ ആയിട്ടേ പേടിയാണ്, തട്ടുമോ മുട്ടോ എന്നൊക്കെ ഉള്ളൊരു ബേജാറാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഒന്നും ആരോടും പറയണില്ല. എന്നാൽ മട്ടം പോലൊക്കെ എന്താ വെച്ചാൽ കാട്ടിക്കോളി. പുത്തൻ വീട് തറവാട്ടിലെ ആളുകൾ അതാ ഒഴിഞ്ഞു തുടങ്ങി. എല്ലാവരും കാർ സ്റ്റാർട്ടാക്കി തിരിച്ച് പോകുവാൻ തുടങ്ങി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഉമ്മയോടൊപ്പം 2 ദിവസം നിൽക്കണം എന്നൊക്കെ സാജിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വരാമെന്ന് പറഞ്ഞ് അവൾ പോയിട്ടുണ്ട്. പിന്നെ ഉമ്മ നിർബന്ധിച്ചില്ല, കാരണം അന്നത്തെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. പെട്ടെന്ന് ഉമ്മ അതാ നുസൈബിയെ വിളിക്കുന്നു. ഉമ്മ ഡ്രസ്സ് മാറുവാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ ബെഡ്റൂമിലേക്ക് പോയിട്ടുണ്ട്. അതെ, തലേദിവസമിട്ട ആ ഒരു പർദ്ദയല്ലേ, അതൊക്കെ ഒന്ന് മാറ്റി ഫ്രഷായി വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉമ്മ നുസിയെ ഉമ്മ വിളിക്കുന്നു. സത്യം പറഞ്ഞാൽ നുസൈബിയുടെ കൈകാലുകൾ കുഴഞ്ഞു പോയി. റബ്ബേ, എന്തിനായിരിക്കും ഉമ്മ വിളിക്കണത്? നുസിയെ. ഷമ്മാസ് ഒരു നിമിഷം. നുസി ഉമ്മ വിളിക്കുന്നു, പോയി നോക്ക്. ഷമ്മാസിന് എന്ത് ചെയ്യണമെന്നായിപ്പോയി. ഷമ്മാസിൻ്റെ ഹൃദയം പടപട ഇടിക്കുന്നു. നുസിയെ, ഈ മോളെവിടെ പോയി കിടക്കുക? മോളെ ഒന്നിങ്ങോട്ട് വന്നേ. മരുകുട്ടി വീണ്ടും ഉമ്മയുടെ ആ ഒരു വിളി കേട്ട് നുസൈബയുടെ കൈകാലുകളും തളർന്നു. ഷമ്മാസിൻ്റെ വായിൽ വെള്ളം വറ്റി എന്ന് തന്നെ പറയാം. അവൻക്കൊന്നും മിണ്ടുവാനോ പറയുവാനോ കഴിഞ്ഞില്ല. ഇല്ല റബ്ബേ, ഉമ്മ ഞങ്ങളെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ചോദിക്കുകയാണ്. അല്ലാ, എല്ലാം മറിഞ്ഞിരിക്കുന്നു. ഉമ്മ ഉമ്മയുടെ ആഭരണങ്ങൾ നോക്കിക്കണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഖജനാവ് കാലിയായപ്പോൾ വിളിച്ചു നോക്കിയതായിരിക്കുമോ? നുസിയെ, ഉമ്മാൻ്റെ കുട്ടി ഇതെവിടെ? ഒരു നിമിഷം. നുസൈബ പതുക്കെ ഉമ്മയുടെ അരികിലേക്ക്. ഉമ്മ മോളെ, മനകുട്ടുന്നു വന്നാണേ. നുസൈബ തെല്ല് ഭയത്തോടു കൂടി അതിനകത്തേക്ക് കയറി. ഷമ്മാസ് ആകെ വിറച്ചു പോയി. റബ്ബേ, ഇല്ല, കണ്ടുപിടിച്ചു കഴിഞ്ഞു, എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. നുസിയെ മോളെ, ഉമ്മ മനുകുട്ടി കുഴപ്പമൊന്നുമില്ലല്ലോ? ഉമ്മയുടെ ചോദ്യം അങ്ങനെയാണ് തുടങ്ങുന്നത്. നുസൈബ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം ആകെ വിളർത്ത് നിൽക്കുകയാണ്. എന്താ മോളെ, മോളുടെ മുഖമൊക്കെ വല്ലാണ്ടായിരിക്കുന്നത്? അതിപ്പോൾ ഈ അവസ്ഥ കൊണ്ടായിരിക്കുമല്ലേ? ഉമ്മ അവളോട് ഓരോന്ന് പറയുകയാണ്. ഷമ്മാസ് പുറത്ത് നിൽക്കുകയാണ്. എന്തിനായിരിക്കും നുസൈബയെ ഉമ്മ വിളിച്ചത്? എന്തായിരിക്കും അവിടെ സംഭവിക്കുവാൻ വേണ്ടി പോകുന്നത്? തൻ്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം കളവ് പോയത് എല്ലാ കാര്യങ്ങളും ഉമ്മ കണ്ടു കഴിഞ്ഞോ, അറിഞ്ഞോ? അതിനെക്കുറിച്ച് അറിയുവാനാണോ നുസൈബയെ വിളിച്ചത്? ഷമ്മാസ് എന്തുകൊണ്ടായിരിക്കും ഭയപ്പെടുന്നത്? ഉമ്മ അതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അത് ചോദ്യം ചോദിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഷമ്മാസ് അല്പം ഞെട്ടലോടെ പുറത്തു തന്നെ നിൽക്കുന്നത്. എന്തായിരിക്കും ഐഷുമ്മ നുസൈബയോട് പറയുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും അവളെ വിളിച്ചത്? നമുക്ക് കാത്തിരുന്ന് കാണാം. ഐഷുമ്മയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അതെവിടെ? നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെച്ചു? നിങ്ങളത് എന്തിനെടുത്തു എന്നായിരിക്കുമോ നുസൈബയോടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഐഷുമ്മയുടെ? ഇൻഷാ അല്ലാ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.